ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CPM നേതാക്കൾക്ക് തിരിച്ചടി. പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം. ഇരുവരുടെയും വിടുതൽ ഹർജി CBI കോടതി തള്ളി. ഗൂഢാലോചനാ കുറ്റം ചുമത്തി. നിയമപരമായി നേരിടുമെന്ന് ജയരാജൻ. ADGP വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച LDF ഘടകകക്ഷികൾ. RSS കൂടിക്കാഴ്ചയിൽ വിശദീകരണം നിർബന്ധമെന്ന് CPI. LDF യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വഴങ്ങുകയായിരുന്നുവെന്ന് RJD. LDF തീരുമാനമായിട്ട് വന്ന് മുഖ്യമന്ത്രി പറഞ്ഞ തീരുമാനം മുന്നണിയിൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ പിന്നെ മുന്നണിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും? അത് സാധിക്കുമോ? ഒരു രാഷ്ട്രീയ തീരുമാനം സാധിക്കത്തില്ല. തനിക്കെതിരായ ആരോപണം നിഷേധിച്ച് മുകേഷിനെതിരെ അടക്കം പരാതി നൽകിയ നടി നിശബ്ദയാക്കാൻ ശ്രമമെന്ന ആരോപണം. ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇവരെന്റെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തു. എന്നെ പേടിപ്പിച്ചോട് നിൽക്ക്, ഞാനല്ല എന്റെ കൂടെ ഉള്ളത്, എന്ത് ഇങ്ങോട്ട് പോകുന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് എന്നെ അവിടെ നിർത്താൻ നോക്കി. നടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ബന്ധു. സെക്സ് മാഫിയയുടെ ഭാഗമെന്ന് യുവതി. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ജമ്മുവിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. പാർലമെന്റിൽ നൽകിയ വാഗ്ദാനം BJP പാലിക്കുമെന്നും നരേന്ദ്രമോദി. കശ്മീരിൽ പ്രചാരണ റാലിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. പൂനെയിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരിയുടെ മരണത്തിൽ കേന്ദ്രത്തിന്റെ അന്വേഷണം. വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് EY കമ്പനി അധികൃതർ. മരണകാരണം ജോലി ഭാരമെന്നതിൽ ഉറച്ചു കുടുംബം. ഷിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിൽ ഇറക്കി. തെരച്ചിൽ നാളെ തുടങ്ങും. ആംബുലൻസ് ലഭ്യമായില്ല. കർണാടകയിൽ ബൈക്കിലിരുത്തി ആശുപത്രിയിലെത്തിച്ച വയോധികൻ മരിച്ചു. ദാരുണ സംഭവം തുംകൂർ ജില്ലയിലെ ദൽവായ് ഹള്ളി ഗ്രാമത്തിൽ. ലബനനിൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മരണം 37. പിന്നിൽ മൊസാദ് എന്നതിന് തെളിവുകൾ. യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് സൈനികരോട് ആഹ്വാനം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ അശ്വിന് സെഞ്ചുറി. ടെസ്റ്റിൽ അശ്വിന്റെ 6ാം സെഞ്ചുറി. ജഡേജയ്ക്കും ജയ്സ്വാളിനും അർദ്ധ സെഞ്ചുറി. വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ, കണ്ണൂരിൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ TP ജയരാജനും TV രാജേഷിനും തിരിച്ചടി. കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി എറണാകുളം CBI കോടതി തള്ളി. ഇതോടെ ഇരുവരും വിചാരണ നേരിടണം. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്ന് P ജയരാജൻ പ്രതികരിച്ചു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനാണ് വിടുതൽ ഹർജി നൽകിയതെന്ന് ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് വിമർശിച്ചു. ഇത് ഇത്തിരി നീണ്ടുപോയാലും ഇത് നിയമയുദ്ധം അവസാനിക്കുന്നില്ല. അവസാനം വരെ ഷുക്കൂറിന്റെ കുടുംബവും പാർട്ടിയും ഒക്കെ ഉണ്ടാവുമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുകൊണ്ട് ഈ കേസ് തീരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അവര് ഒരു പക്ഷേ CBI കോടതി വിധിക്കെതിരെ അപ്പീലിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകും. അപ്പൊ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വീണ്ടും നമുക്ക് കാണാം എന്ന് മാത്രമേ ഇപ്പൊ ജയരാജനോടും അവരോടൊക്കെ പറയാനുള്ളൂ. ജയരാജൻ ഇപ്പോൾ ആ പാർട്ടി തന്നെ രാഷ്ട്രീയ വനവാസം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹം പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നിയമപരമായിട്ട് പരമായി കിട്ടേണ്ട അദ്ദേഹത്തിനുള്ള ശിക്ഷയാണ് കിട്ടേണ്ടത്. ആ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടം തുടരുകയാണ്. അവസാന ശ്വാസം വരെ ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും. അല്ല, ഇക്കാര്യത്തിലേ അതിയായ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ തുടക്കത്തിൽ പലതരത്തിലുള്ള പ്രകോപനം ഉണ്ടായപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു നിയമത്തിന്റെ വഴിയിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇതിൽ യഥാർത്ഥ പ്രതികളെ ഞങ്ങൾ പിടിക്കും. യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കണ്ണൂരിലെ ഒരു 10 വർഷക്കാലം പിന്നെ ഒരു MLA കൂടിയായിട്ടുള്ള എനിക്കറിയാം, നിരവധി മനുഷ്യരുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾ പോലും ഒരു തെളിവുകളുമില്ലാതെ പ്രതികൾ രക്ഷപ്പെട്ടു പോരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നു വെച്ചാൽ യഥാർത്ഥ പ്രതികൾ നമ്മൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളുകളല്ല, മറിച്ച് ക്രൂരമായ ആസൂത്രണങ്ങൾ നടത്തുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഞങ്ങൾ അന്നേ എടുത്ത ഒരു സമീപനമുണ്ട്, കൊന്നവനല്ല കൊല്ലിച്ചവൻ.
ഒരുപക്ഷെ ചന്ദ്രശേഖരൻ വധക്കേസും ഷുക്കൂർ വധക്കേസും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ ഭീകരമായ കൊലപാതക പരമ്പരകൾ പോലും കുറഞ്ഞു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവർ കൊടുക്കുന്ന വാടക കൊലയാളികളല്ല, മറിച്ച് തങ്ങൾ തന്നെ കുടുങ്ങുമെന്ന ബോധ്യം പിണറായി വിജയൻ വരെയുള്ള ഉന്നത നേതാക്കന്മാർക്കും പി ജയരാജനെ പോലെയുള്ള ആളുകൾക്കും കാണിച്ചു കൊടുക്കണം എന്ന ഒരു സമര പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇതിലുണ്ടായിരുന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ വിചാരണയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ടി വി രാജേഷും പി ജയരാജനും നൽകിയ ഹർജിയിലാണ് CPI പ്രത്യേക കോടതിയുടെ വിധി. പ്രത്യേക കോടതി ജഡ്ജ് പി ശബരിനാഥനാണ് പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം, കുറ്റകരമായ ഗൂഢാലോചന കേസിലുണ്ട് എന്ന് CBI കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. മാത്രമല്ല, ഇത് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഇതിൽ കുറ്റകരമായ ഗൂഢാലോചന കുറ്റപത്രത്തിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇത് സൂചിപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഷുക്കൂറിന്റെ അമ്മ ആത്തിക്ക ഹർജിയിൽ കക്ഷി ചേരുകയും മുസ്ലിം ലീഗ് പ്രവർത്തകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ സഹായത്തോടെ ഹർജിയിൽ കക്ഷി ചേരുകയും തുടർന്നാണ് കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തത്. തുടർന്നാണ് കേസ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവാകുന്നത്. ഈ കേസിലാണ് CBI കുറ്റപത്രം സമർപ്പിക്കുന്നതും അത് കുറ്റകരമായ ഗൂഢാലോചന സൂചിപ്പിച്ചു തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തളിപ്പറമ്പ് ആശുപത്രിയിലെ 315 റൂമിൽ വെച്ച് പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും നേതൃത്വത്തിൽ പോന്ന CPM പ്രവർത്തകർ ഗൂഢാലോചന നടത്തുകയും പട്ടുവം അരിയിൽ CPMഉം ലീഗും തമ്മിൽ മുസ്ലിം ലീഗും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ആ സമയത്ത് സംഘർഷ സ്ഥലം സന്ദർശിക്കുന്ന പി ജയരാജന്റെയും ടി വി രാജേഷ് MLAയുടെയും ആ കാലത്ത് കല്യാശ്ശേരി MLA ആയിരുന്ന ടി വി രാജേഷിന്റെയും വാഹന വ്യൂഹത്തിലേക്ക് ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ കല്ലേറുണ്ടാകുന്നു. അങ്ങനെ പിടിച്ചുവെച്ച് 3 പേരെ പിടികൂടുകയാണ് ഉണ്ടായത്. ഇതിൽ അരിയിൽ ഷുക്കൂറിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കിയാണ് കൊലപ്പെടുത്തിയത്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ തന്നെ ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്ന ഒരു കൊലപാതകം കൂടിയാണ്. ഏറെ ഞെട്ടിക്കുന്ന തരത്തിൽ അതിക്രൂരമായി ഒരാളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ആ കാലത്ത് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെയും അതുപോലെ കല്യാശ്ശേരി MLA ആയിരുന്ന ടി വി രാജേഷിനുമെതിരെയുള്ള കുറ്റം. അതുകൊണ്ട് തന്നെ തങ്ങളെ ഈ കേസിൽ തങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കുമ്പോഴും ഗൂഢാലോചനയിൽ പങ്കാളികളായ 2 പേർ നേരിട്ട് കൊലപാതകത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് CBI കണ്ടെത്തൽ. മാത്രമല്ല, ഇവരുടെ ഫോൺ കോളുകളും മൊബൈൽ ടവറും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ തെളിവോടുകൂടിയാണ് CBI കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് കോടതി നിരീക്ഷണം. അതുകൊണ്ട് ഇരുവരും വിചാരണ കേസ് നേരിട്ടേ പറ്റൂ എന്ന് തന്നെയാണ് CBI പ്രത്യേക കോടതിയുടെ വിധി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അരിയിൽ ഷുക്കൂർ കേസിലെ കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും ശ്രമങ്ങൾക്കാണ് കോടതി തടയിട്ടത്. ഷുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേകമായി വിവിധ തരത്തിലുള്ള മീറ്റിംഗുകൾ ഇവിടെ വിളിച്ചു ചേർത്തത്. രാവിലെ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ, അതോടൊപ്പം MLAമാർ ഈ കേസുകളുണ്ടായ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാം പ്രസിഡന്റുമാരും ചെയർമാനും ഒക്കെ ചേർന്ന ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിനുശേഷം സമഗ്രമായ അവലോകന യോഗം എല്ലാ ദിവസവും നടത്തുന്നത് ഇന്നിവിടെ 5:30 ചേരുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 267 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യന്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു. ഈ പേഷ്യന്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ്. അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പരിശോധിച്ച 37 സാമ്പിളുകൾ നെഗറ്റീവാണ്.
7 പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ, അതായത് പനിയുടെ ലക്ഷണങ്ങളുള്ളത്. ചിലർക്ക് സോർ ത്രോട്ട് ഉണ്ട്, ചിലർക്ക് തലവേദനയുണ്ട്, ചിലർക്ക് പനിയുണ്ട്. അങ്ങനെ 7 പേർക്കാണ്. അതിൽ ചിലരുടെ 2-3 പേർ ഇപ്പോഴാണ് വന്നത്, ഈ വൈകുന്നേരം. ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ്. അപ്പൊ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതോടൊപ്പം ഹയസ്റ്റ് റിസ്കിലുള്ള, അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്കിൽ ഏറ്റവും അധികം വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മലപ്പുറത്തെ എംപോക്സ് നിപ്പ ബാധയിലെ മുൻകരുതലുകളാണ് അവർ വ്യക്തമാക്കിയത്. RSS കൂടിക്കാഴ്ചയിൽ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച CPI. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെട്ടു. നടപടി വൈകുന്നതിലെ ആശങ്കയാണ് ലേഖനത്തിൽ പങ്കുവച്ചതെന്ന് പ്രകാശ് ബാബു പിന്നീട് പ്രതികരിച്ചു. മുന്നണിക്കകത്തും പുറത്തും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാത്ത മുഖ്യമന്ത്രിയുടെ CPMന്റെ സർക്കാർ നടപടിയിൽ CPI പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലും CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം, ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്കതീതം എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് അജിത് കുമാറിനെ മാറ്റാതിരിക്കുന്നതിലുള്ള അതിർത്തി പ്രകാശ് ബാബു വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അത്തരം ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണം. RSS നേതാക്കളുമായി ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് അറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് അറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട്. ഇത് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്നും ലേഖനത്തിൽ പ്രകാശ് ബാബു പറയുന്നു. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. അജിത് കുമാർ RSSന്റെ നേതാക്കളെ കണ്ടത് 2023 ആ സന്ദർശനം അദ്ദേഹം തന്നെ ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി എന്നും ഇവരെ 2 പേരെ കണ്ടു എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് അജിത് കുമാർ നടത്തിയതെന്നാണ് പ്രകാശ് ബാബുവിൻ്റെയും CPIയുടെയും പക്ഷം. അജിത്ത് കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയെങ്കിലും രേഖാമൂലം എന്തിനെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയിക്കണമായിരുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ നടപടിയാണ് അവിടെ ഉണ്ടായത്. ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടിനെ നിലപാടെന്തെന്ന് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ സർക്കാരുകൾക്ക് ബാധ്യതയായി മാറുമെന്നും പ്രകാശ് ബാബു പറയുന്നു. അത്തരം അവസ്ഥയാണ് ADGP വരുത്തിവെച്ചത്. അതായത് ഇപ്പോഴും ADGPക്ക് കൃത്യമായ അന്വേഷണത്തിനോ നടപടിക്കോ സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകാത്തപ്പോൾ CPI ഒന്നുകൂടി വിഷയം കടുപ്പിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റിയേ പറ്റൂ നിലപാട് ആവർത്തിക്കുകയാണ് CPI ചെയ്യുന്നത്. നേരത്തെ മുന്നണി യോഗത്തിൽ CPIയും RJDയും NCPയും ഒക്കെ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഒരു നടപടിയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താതെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പോലും മറുപടി പറയാതെയാണ് മുന്നോട്ട് പോകുന്നത്. ADGP വിഷയത്തിൽ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വഴങ്ങേണ്ടി വന്നുവെന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. അല്ലെങ്കിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുമായിരുന്നുവെന്നും വർഗീസ് ജോർജ് ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതിനെ ഗൗരവത്തോടെ നമ്മൾ കാണണ്ടേ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ഉന്നയിച്ചു. ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് നിലപാടുകൾ ഉറക്കെ പറഞ്ഞു. അതേസമയം തന്നെ LDFന്റെ ഡിസിപ്ലിൻ എനിക്ക് പാലിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് സാധിക്കത്തില്ല. LDF ഒരു തീരുമാനം എടുത്താൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് പോളിറ്റിക്സ് പറഞ്ഞു, മുന്നണിയുടെ ഡിസിപ്ലിനും പാലിക്കുകയും വേണം. ഞങ്ങൾ ചോദിച്ചല്ലോ ഒരു പോലീസ് ഓഫീസറെ എങ്ങനെ പോളിറ്റിക്സ് അന്വേഷിക്കും? അത് ഞങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾക്ക് ആ ചട്ടക്കൂടിന് പുറത്തു നിന്ന് സംസാരിക്കണമെങ്കിൽ അതിന് മറ്റു രാഷ്ട്രീയ തീരുമാനം വേണം. ഇപ്പൊ അത് ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തി. പാളത്തിനടിയിൽ കൂടി ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിലെത്തി.
തിരച്ചിൽ നാളെയോടെ പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അധികൃതർ ഉള്ളത്. KV ബൈജു ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. ബൈജു, എന്തൊക്കെയാണ് ഇനിയും ബാക്കിയുള്ളത്? ഏത് തരത്തിലാണ് ഈ ദൗത്യത്തിൻ്റെ മൂന്നാം ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രജിത്ത്, തീർച്ചയായും മൂന്നാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായുള്ള ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ രാവിലെ 6 മണിയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും ഇതിൽ പ്രധാനം ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നതാണ്. ആദ്യ പാലം പിന്നിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് ഇതിന്റെ രണ്ടാം പാലം വരുന്നത്. അതായത് ഗോകർണം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ ഗംഗാവലി പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലത്തിൽ അല്പസമയത്തിനകം ഈ ഡ്രഡ്ജർ എത്തുന്നതോടുകൂടി ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സവുമില്ലാതെ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തും. ഏതായാലും ഇന്ന് തെരച്ചിൽ ഏതെങ്കിലും തരത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ട് നാളെ രാവിലെ 6 മണി മുതലാണ് തെരച്ചിൽ നടത്തുക. അതിനായുള്ള ഒരു ഒരുക്കങ്ങളാണ്. പ്രധാനമായും നാവികസേനയുടെ നേതൃത്വത്തിലായിരിക്കും നാളത്തെ തെരച്ചിൽ നടക്കുക. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ നേരത്തെ നാവികസേന ഉൾപ്പെടെ കണ്ടെത്തിയ ഈ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യുക. അതിനുശേഷം മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി ലോറിയുടെ ക്യാബിൻ അരികിലേക്ക് എത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് പ്രധാനമായും ജില്ലാ ഭരണകൂടം പദ്ധതിയിട്ടുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് നാളെ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസും ഫയർഫോഴ്സും NDRF ഒക്കെ ഈ തെരച്ചിലിൽ ഉണ്ടാകും. എങ്ങനെയാണോ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും തെരച്ചിൽ നടത്തിയത് അതേ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും പദ്ധതിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ആ ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തും. ഞാൻ രണ്ടാമത്തെ റെയിൽപാലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അവിടെ കടന്നു വന്നാൽ പിന്നെ വളരെ 10 മിനിറ്റിനകം തന്നെ ഈ സംഭവ സ്ഥലത്ത് ഈ ദുരന്ത ഭൂമിയിൽ ഡ്രഡ്ജർ എത്തും. നേരത്തെ കയറൊക്കെ ലഭിച്ച സ്ഥലമുണ്ട്. അവിടെ നേവിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തായിരിക്കും പ്രധാനമായും തെരച്ചിൽ നടത്തുക. അതിനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും MLA AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തുന്നുണ്ട്. നാളത്തെ ക്രമീകരണങ്ങളൊക്കെ അവർ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഡ്രഡ്ജർ എത്താൻ വേണ്ടി അവരും കാത്തിരിക്കുന്നു. നിർണായക ആദ്യത്തെ ഘട്ടം പിന്നിട്ടു എന്ന് വേണം പറയാൻ. രണ്ടാമത്തെ ഈ റെയിൽപാലമാണ്. പക്ഷെ അത് 17 സ്പാനുള്ള ഒരു റെയിൽപാലമാണ്. പക്ഷേ ആദ്യം കടന്ന പാലത്തിനേക്കാളും എളുപ്പമാണ് ഇതിലൂടെ കടക്കാൻ. ഈ വേലിയേറ്റ സമയത്ത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് രാവിലെ 10 മണിക്ക് അഴിമുഖത്തെത്തിയ ഈ ഡ്രഡ്ജർ വൈകിട്ട് വരെ കാത്തിരുന്ന് ഈ 4:30 ഇത്തരത്തിൽ പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 1 മണിക്കൂർ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിലേക്ക് എത്താൻ വേണമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ അല്പം വൈകുന്നുണ്ട്. 6:30 ഡ്രഡ്ജർ ഇതുവഴി ഇപ്പോൾ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഡ്രഡ്ജർ വളരെ പതുക്കെ ഈ ഭാഗത്തുകൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശം കടന്ന് ഗംഗാവലി പുഴയ്ക്ക് സമീപമായി എത്തും. എന്തായാലും അർജുന്റെ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഭാര്യ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, ഒപ്പം അർജുന്റെ സഹോദരി നാളെ ഇവിടെ എത്തുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം എത്തുന്നുണ്ട്. എന്തായാലും ആ അവസാനമായുള്ള ഒരു തെരച്ചിലായതുകൊണ്ട് തന്നെ ഇത് ഈ തെരച്ചിലിൽ ഈ ക്യാബിനകത്തു നിന്നും ഇത്തരത്തിൽ അർജുന്റെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. അതോടൊപ്പം തന്നെ 3 പേരാണ് ഇപ്പോൾ ഇനി കണ്ടെത്താനുള്ളത്. ലോകേഷും ജഗന്നാഥും. അർജുന് പുറമെ ഈ 2 കന്നഡിഗരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്കും കൂടി ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ ഇറങ്ങിക്കഴിഞ്ഞു. മറ്റൊരു ഘട്ടത്തിലേക്ക്, മൂന്നാം ഘട്ടത്തിലേക്ക് തിരച്ചിൽ ആരംഭിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഇത്തവണ എല്ലാവരും ഉള്ളത്. കാരണം ഗംഗാവലി പുഴയിൽ ഒഴുക്കിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ 20-ലധികം മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതെന്ന് വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘം. മൊഴികൾ പരിശോധിച്ച പ്രത്യേക സംഘം നടപടികളിലേക്ക് കടക്കുകയാണ്. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴിയെടുക്കാതെ നേരിട്ടു കേസെടുക്കാനാണ് തീരുമാനം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നേരത്തെ തന്നെ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമായി പരിശോധിച്ച ശേഷമാണ് 20 പേരുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലായാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. നേരത്തെ തന്നെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയവരിൽ നിന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഇതിനകം തന്നെ കമ്മിറ്റിക്ക് മുൻപിൽ വരാതെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തിയവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പുറമെയാണ് കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനം. അതേസമയം ഈ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ട് പോകാനുള്ള താൽപര്യമുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. എന്നാൽ പോക്സോ കേസുകൾ എടുക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിരുന്നു. കുട്ടികളെ പീഡിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങൾ സിനിമാ ലോകത്ത് ഉണ്ടായി എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ
അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുകളെടുക്കും. അതിന് പ്രത്യേകിച്ച് മൊഴി രേഖപ്പെടുത്തില്ല. ഈ റിപ്പോർട്ടിൽ തന്നെ ഉള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം സംഭവങ്ങളിൽ കേസുകൾ പ്രത്യേക സംഘം രേഖപ്പെടുത്തുക. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നടൻ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായ യുവതി സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി 2014 ചെന്നൈയിൽ വെച്ച് ഒരു സംഘത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. എതിർത്തപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും പ്രായപൂർത്തിയാകാത്തതിനാലാണ് അന്ന് പരാതി നൽകാതിരുന്നതെന്നും യുവതി പറയുന്നു. നിലവിൽ DGPക്കും മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. സിനിമയിലെ തന്നെ 4 പ്രമുഖ നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ പരാതിയുമായി ലൈംഗിക ആരോപണ പരാതിയുമായി രംഗത്തെത്തിയ ആലുവ സ്വദേശിയായ നടിക്കെതിരെയാണ് ഇപ്പോൾ ബന്ധു കൂടിയായിട്ടുള്ള യുവതി പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായപൂർത്തിയാകുന്നതിന് മുൻപ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വാഗ്ദാനം നൽകിക്കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെയും തന്റെ മാതാവിനെയും ചെന്നൈയിലേക്ക് ഈ നടി വിളിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അവിടെ എത്തിയതിനു ശേഷം ഒരു ഹോട്ടലിലേക്ക് ഓഡീഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി അത് അവിടെ ഒരു ഓഡീഷൻ നടക്കുന്ന ഒരു സാഹചര്യമായി തനിക്ക് തോന്നിയില്ല. ആ സമയത്ത് തന്നെ 3 or 4 പുരുഷന്മാർ തന്റെ അടുത്തേക്ക് വരികയും തന്റെ അനുവാദമില്ലാതെ ശരീരത്ത് സ്പർശിക്കുകയും ചെയ്തു. ഇത് താൻ തടഞ്ഞതിനെ തുടർന്ന് വലിയ ബഹളമുണ്ടാക്കുകയും പിന്നീട് ഈ നടിയുമായി തർക്കമുണ്ടായതിനു ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞതെന്നുകൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പൊ റൂമിൽ ചെന്നപ്പോ അവിടെ ഒരു 5-6 ആൾക്കാരുണ്ട്. ഈ പുള്ളിക്കാരി ഞാനുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾ വന്ന് ഷേക്ക് ഹാൻഡ് വന്നു. ആള് വന്നിട്ട് ഷേക്ക് ഹാൻഡ് തന്നിട്ട് അയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്റെ മുടിയിലും മുഖത്തും തോളിലൊക്കെ പിടിക്കാൻ ശ്രമിക്കും. ആ രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ ഇറിറ്റേറ്റിംഗ്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്തു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് എന്റെ മുഖത്തും കവിളിലും മുടിയിലൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് ബഹളം വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ആദ്യം ഇവർ പറഞ്ഞു കുഴപ്പമില്ല നിൽക്കുന്നുള്ള രീതി പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഷൗട്ട് ചെയ്തപ്പോൾ, ഞാൻ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഇവർ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. പെട്ടെന്ന് ടോണൊക്കെ മാറി നോർമലായിട്ട് ബഹളം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് പുള്ളിക്കാരി ഇതുപോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് എന്തോ നല്ല കാര്യമായിട്ട് അവർ പറയുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഭയങ്കര സ്റ്റേബിൾ ആയി. ഈ സംഭവം നടന്ന ഉടൻ തന്നെ താൻ തന്റെ മാതാവിനോടും സഹോദരനോടും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായിരുന്നില്ല. തന്റെ ഒരു പ്രായവും ഒപ്പം ഭാവിയും അത് കുടുംബത്തിനും തനിക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോലീസിൽ പരാതിപ്പെടാതിരുന്നത്. പക്ഷെ ഇന്ന് തനിക്ക് 26 വയസ്സായി. തനിക്ക് ഇപ്പോൾ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സമില്ല. അതിന് ആ ഒരു രീതിയിലേക്ക് പോകാൻ തന്നെയാണ് താൻ തീരുമാനിച്ചതെന്നുകൂടി ഈ പെൺകുട്ടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും ഒപ്പം അന്വേഷണ സംഘത്തിന് മുന്നിലും ഇക്കാര്യങ്ങൾ പറയാനും പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് മാത്രമല്ല, ഇതിനു മുൻപും അതായത് തന്നോട് പറഞ്ഞിരുന്നു താൻ മാത്രമല്ല മറ്റും ചില പെൺകുട്ടികളെയും ഇത്തരത്തിൽ ഈ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയായി തന്നെ ഒരു അംഗം കൂടിയാണ് ഈ നടി എന്നുകൂടി ഈ പെൺകുട്ടി പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ യുവതി പരാതി ഉന്നയിച്ച നടി അത് പച്ചക്കള്ളമാണ് ആരോപണങ്ങൾ എന്ന വിശദീകരണവുമായി ന്യൂസ് 18 രംഗത്തെത്തി. തന്നെ നിശബ്ദയാക്കാനുള്ള ശ്രമമാണ്. സിനിമയിൽ അവസരങ്ങൾ തേടി പലതവണ പെൺകുട്ടിയും അമ്മയും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും നടി പറഞ്ഞു. എനിക്കെതിരെ ഓപ്പോസിറ്റ് ടീം കളിച്ച ഒരു വൃത്തികെട്ട ഗെയിമാണ് ഇത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അമ്മയും മകളും ചെന്നൈയിൽ വന്നത് എന്നത് സത്യമാണ്. 3 ദിവസം അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അമ്മയും മകളും കൂടെ വരുമോ? അല്ലെങ്കിൽ ഒരമ്മയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധിക്കുമോ? ഇനി ഇതുവരെയും എന്നെ ഒരു പോലീസ് ഓഫീസേഴ്സ് ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇനി ഞാൻ താമസിച്ച ഫ്ലാറ്റിൽ തന്നെ ഇവർ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഈ മിനു എന്തായിരുന്നു എന്ന്. അന്നും ഞാൻ ഒരുപാട് പ്രോഗ്രാമൊക്കെ അവിടെ ചെയ്യുകയും ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് കേരളത്തിലേക്കാളും കൂടുതൽ ഫാൻസും ഉള്ളത് തമിഴ്നാട്ടിലാണ്. അപ്പം എനിക്ക് ഒരു മോളുള്ളതാണ്. ഒരിക്കലും ഈ കാര്യം ആ പെൺകൊച്ചിന്റെ അമ്മയും ഒരുപാട് കേസുകളിൽ പെട്ട ഒരു അമ്മയും മകളുമാണ്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ അവരെ കുറിച്ച് ചോദിച്ചാൽ മുഴുവൻ ഹിസ്റ്ററിയും അവരെ കുറിച്ച് കിട്ടും.
അതുപോലെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ആ കൊച്ചിനെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, എല്ലാ കള്ളവും പുറത്തു വരും. എനിക്കൊരു പേടിയുമില്ല, കാരണം നമ്മൾ തെറ്റ് ചെയ്താൽ പേടിച്ചാൽ പോരെ. എനിക്കൊരു പേടിയുമില്ല. ആ കുട്ടി പറയുന്നത് ഇവര് കാശിന് വേണ്ടി അമ്മയും മോളും എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ കാശ് ആരോ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ പുറത്ത് പറയുന്ന പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ജാമ്യാപേക്ഷ വിചാരണ കോടതി നാളെ പരിഗണിക്കും. ജാമ്യം നൽകണമെന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. പൾസർ സുനിക്ക് 7.5 വർഷമായി ജാമ്യം നൽകിയിട്ടില്ലാത്ത വിചാരണ കോടതി നടപടിയെ അതിരൂക്ഷമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി വിമർശിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ഇതുപ്രകാരമാണ് പൾസർ സുനി വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ നിരവധി തവണയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതിയിൽ വിസ്തരിച്ചത്. ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് എന്ന് അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നത്. എന്തായാലും കേസിന്റെ വിചാരണ ഉടനൊന്നും തീരാൻ പോകുന്നില്ല. പൾസർ സുനിക്ക് ജാമ്യം നൽകുക തന്നെ വേണം. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്തായാലും മാത്രമല്ല, ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. അതേസമയം സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പൾസർ സുനി സമൂഹത്തിന് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കും, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നൊരു വ്യവസ്ഥ സുപ്രീം കോടതിയിൽ വെച്ചിരുന്നു എന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി മുഖവിലക്കെടുത്തില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തെലുങ്ക് കൊറിയോഗ്രാഫർ ജാനി ബാഷ എന്ന ജാനി മാസ്റ്റർ അറസ്റ്റിൽ. സഹപ്രവർത്തകയായ 21-കാരുടെ ലൈംഗിക പീഡനാരോപണത്തെ തുടർന്ന് ഒളിവിലായിരുന്ന ജാനിയെ ഗോവയിൽ വെച്ചാണ് സൈബറാത്ത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ടീം അറസ്റ്റ് ചെയ്തത്. ഇടവേളയിലേക്ക്. ജാമ്യവ്യവസ്ഥകളിൽ പൂനെയിലെ കമ്പനിയിൽ ജോലിഭാരം താങ്ങാനാവാതെ മലയാളി യുവതി അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. തൊഴിൽ ചൂഷണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്ദലജെ വ്യക്തമാക്കി. ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതാണ് അന്നയുടെ മരണത്തിന് കാരണമെന്ന് പിതാവ് സെബാസ്റ്റ്യൻ ന്യൂസ് 18 പറഞ്ഞു. അന്ന സെബാസ്റ്റ്യന്റെ മാതാവ് EY കമ്പനിയുടെ സിഇഒയ്ക്ക് അയച്ച ലെറ്റർ, അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ അന്ന അനുഭവിച്ച പീഡനങ്ങൾ, അന്ന അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു കുറിപ്പാണ് സിഇഒയ്ക്ക് മാതാവ് അനിത അയച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, അന്നയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പ്രഷർ കമ്പനിയിൽ നിന്നും ഉണ്ടായിരുന്നു, തൻ്റെ മാനേജറിൽ നിന്നും ഉണ്ടായിരുന്നു. ഓഫീസ് ടൈമിലും ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയാൽ കൂടിയും അന്ന നിരന്തരം ജോലി ചെയ്യുമായിരുന്നു. ഏറെ വൈകിയും ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായി ആഹാരം കഴിക്കുവാനോ അല്ലെങ്കിൽ മാനസികമായോ ശാരീരികമായിട്ടൊക്കെ വളരെയേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തൻ്റെ കുട്ടി അനുഭവിച്ചിരുന്നു എന്നുകൂടി അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇത് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും അതിന് പിന്നാലെ കേന്ദ്രം ഇതിൽ ഇടപെടുകയും ചെയ്തു. EY കമ്പനിയിൽ എന്താണ് സംഭവിച്ചതെന്നും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ EY കമ്പനി കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കേന്ദ്രത്തിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് അന്നയുടെ പിതാവ്. ഞങ്ങൾ ലീഗലായിട്ടുള്ള നടപടികളൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതായത് ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു
ഇത് അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. മാനേജർക്കെതിരെയും വലിയ രീതിയിലുള്ളൊരു വിമർശനം അന്നയുടെ മാതാവ് ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിക്കറ്റ് കളിയുടെ സമയം പോലും മാറ്റി അദ്ദേഹത്തിന് സൗകര്യപൂർവ്വമായിട്ടുള്ളൊരു സമയം നോക്കിയാണ് മീറ്റിങ്ങുകൾ വെക്കുന്നത്. അത് ഏറെ വൈകി, രാത്രിയാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യേണ്ട സമയമുണ്ട്. കോൺവക്കേഷന് പോലും അന്നയ്ക്ക് കൃത്യസമയത്ത് എത്താനോ അല്ലെങ്കിൽ അതിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാനോ കഴിഞ്ഞില്ല. അത്രമാത്രം വർക്ക് പ്രഷർ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുകൂടി മാതാവ് പറയുന്നുണ്ട്. മാതാപിതാക്കൾ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കൂടിയും തന്റെ കരിയറിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും 1 വർഷം തികഞ്ഞതിന് ശേഷം റിസൈൻ ചെയ്യാം, കൂട്ടുകാരികളും അതേ അഭിപ്രായമാണ് പറയുന്നതെന്നൊക്കെ ഉള്ള ന്യായീകരണങ്ങളായിരുന്നു അന്നയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ജൂലൈ 20-ാം തീയതിയാണ് പൂനെയിലെ താമസിച്ച ഇടത്ത് കുഴഞ്ഞു വീണ നിലയിൽ അന്നെ കണ്ടെത്തുകയും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തപ്പോഴാണ് ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും അന്നയുടെ മാതാപിതാക്കൾ അയച്ച കത്ത് അത് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതിൽ പറയുന്നത് ഈ കമ്പനികളിൽ അന്നയുടെ മാത്രം അവസ്ഥയല്ല, ഇത്തരത്തിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രഷർ അത് ജീവനക്കാർക്ക് എത്രമാത്രം അനുഭവപ്പെടുന്നു, ഇതിനൊരു പരിഹാരമുണ്ടാകണം എന്നുകൂടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്. അന്നയുടെ അമ്മ കമ്പനി സിഇഒയ്ക്ക് അയച്ച കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ്. ഈ കമ്പനി അധികൃതർ അല്പം മുമ്പാണ് അന്നയുടെ വീട്ടിലെത്തി വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്ക്. സുഭദ്ര വധക്കേസിൽ പ്രതികളെ കൊലപാതകം നടത്തി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് സമയത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ശർമിള കാര്യങ്ങൾ വിവരിച്ചത്. പ്രതികളെ 8 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. അതേസമയം കോടതി വളപ്പിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ശർമിള പൊട്ടിക്കരഞ്ഞു. തെറ്റു ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള NCPയിലെ തർക്കത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ ലക്ഷ്യം വെച്ച് AK ശശീന്ദ്രൻ വിഭാഗം. സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ ചാക്കോ ഇരട്ടപ്പദവി വഹിക്കാൻ പാടില്ലെന്ന വാദമാണ് ശശീന്ദ്രൻ വിഭാഗം ഉന്നയിക്കുന്നത്. ശരത് പവാർ ആവശ്യപ്പെട്ടാൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയും. എന്നാൽ പകരം സംസ്ഥാന പ്രസിഡന്റ് പദവി ആവശ്യപ്പെടാനാണ് തീരുമാനം. മന്ത്രിമാറ്റം അജണ്ടയിലില്ലെന്ന് AK ശശീന്ദ്രനും പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് PC ചാക്കോയും പ്രതികരിച്ചു. ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്നായിരുന്നു തോമസ് K തോമസിന്റെ പ്രതികരണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ എതിർപ്പുയർത്താൻ പ്രതിപക്ഷം. നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കാൻ അനുവദിക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യം യോഗം ചേരും. സമവായ ചർച്ചകൾക്ക് 3 മന്ത്രിമാരെ പ്രധാനമന്ത്രി നിയോഗിച്ചു. ഇന്നലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടത്താനുള്ള ഉന്നതാധികാര സമിതി ശുപാർശകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയിൽ നടക്കില്ലെന്ന് മുസ്ലിം ലീഗ് ലോ കമ്മീഷന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും നിലപാട് പറഞ്ഞതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാംനാഥ് കമ്മിറ്റി തട്ടിക്കൂട്ട് സംവിധാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് BJPക്ക് വേണ്ടി ഒരു ഐവാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല. അത് തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും. വളരെ ദോഷമാണ്. ഞങ്ങളിത് ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത്, ഹോൾഡിംഗ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി. ഫർദർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് വിച്ച് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം. RSP അത് തന്നെ പറഞ്ഞു, ഇന്ത്യ മുന്നണി അത് തന്നെ പറഞ്ഞു. ബാംഗ്ലൂരിൽ MS രാമയ്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന പുനലൂർ സ്വദേശി സുജാതനാണ് മരിച്ചത്. ആശുപത്രി കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ കാർഡിയാക് ICUവിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. 2 ആഴ്ചയായി സുജയ് ഇവിടെ ചികിത്സയിലായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ അശ്വിന് സെഞ്ചുറി. 108 പന്തിലാണ് അശ്വിൻ സെഞ്ചുറി നേട്ടത്തിലെത്തിയത്. ടെസ്റ്റിൽ അശ്വിൻ്റെ 6ാം സെഞ്ചുറിയാണ് സ്വന്തമാക്കിയത്. തകർച്ചയിൽ തുടങ്ങിയ ഇന്ത്യക്ക് ജഡേജയും അശ്വിനും ചേർന്നാണ് രക്ഷകരായി മാറിയത്. ശുഭ്മാൻ ഗിൽ 0-ന് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 6 റൺസിന് പുറത്തായി. യശസ്വി ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർത്ത ഹസൻ മഹമ്മൂദ് ബംഗ്ലാദേശിന്റെ താരമായി. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസാണ് ഇന്ത്യയുടെ നേട്ടം.
ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 339 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. ആദ്യ ദിനത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റമായിരുന്നു ബംഗ്ലാദേശിന്റെ പേസ് ബോളർമാർ കാഴ്ചവെച്ചിരുന്നത്. എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തുടക്കം തന്നെ ആവേശകരമായ രീതിയിൽ ബംഗ്ലാദേശിലെ ബൗളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ വീഴ്ത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ 6 റൺസിന് പുറത്തായപ്പോൾ യശസ്വി ജയ്സ്വാളാണ് 56 റൺസ് നേടി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ മാനം കാക്കാൻ ശ്രമിച്ചത്. ഋഷഭ് പന്ത് 39 റൺസിന് പുറത്തായപ്പോൾ ശുഭ്മൻ ഗിൽ ഒരു റണ്ണ് പോലും നേടാനാവാതെ 0-ന് പുറത്താവുകയും ചെയ്തിരുന്നു. അങ്ങനെ തകർന്നടിഞ്ഞിരുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര 144 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അശ്വിനും ജഡേജയും പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത്. 195 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിൽ അശ്വിൻ സെഞ്ചുറി നേടുകയും ചെയ്തു. 108 പന്തിൽ നിന്നാണ് അശ്വിന്റെ സെഞ്ചുറി നേട്ടം. അശ്വിന്റെ ടെസ്റ്റ് കരിയറിൽ തന്നെ ഇത് 6ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗമേറിയ ടെസ്റ്റ് സെഞ്ചുറി അശ്വിൻ കുറിക്കുന്നത് ഈ മത്സരത്തിൽ തന്നെയാണ്. രവീന്ദ്ര ജഡേജയും അർദ്ധ സെഞ്ചുറി നേടി അശ്വിന് കൂട്ടായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അശ്വിനെയും ജഡേജയും സംബന്ധിച്ചിടത്തോളം എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ കണ്ടീഷൻസ് ഒക്കെ തന്നെ അവർക്ക് അറിയാവുന്നതാണ്. അശ്വിനെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ ഒരു ചെന്നൈ പയ്യനാണ്. ജഡേജയെ സംബന്ധിച്ചിടത്തോളം IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻസ് ഇരു പ്ലെയേഴ്സിനും അനുകൂലമായി മാറി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു തകർച്ചയുടെ മട്ടിൽ നിന്നും 144 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന തകർച്ചയുടെ സ്കോറിൽ നിന്നാണ് 339 റൺസിലേക്ക് നേടാൻ സാധിച്ചത്. ഹസൻ മഹ്മൂദാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ നിലംപരിശാക്കി മാറ്റിയ ബംഗ്ലാദേശി പേസ് ബൗളർ. ഏകദേശം 4 വിക്കറ്റാണ് ഹസൻ മഹ്മൂദ് നേടിയെടുത്തത്. അതോടൊപ്പം തന്നെ മെഹദി ഹുസൈൻ 1 വിക്കറ്റ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് ബംഗ്ലാദേശ് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഷാക്കിബ് അൽ ഹസനെ ഏകദേശം ആദ്യത്തെ 2 സെഷൻ വരെയും ഉപയോഗിച്ചില്ല ബംഗ്ലാദേശി ക്യാപ്റ്റനായ ഷാൻറ്റോ. അതിനുശേഷമാണ് ഷക്കീബ് അൽ ഹസൻ അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ ഷാക്കിബിന് ആദ്യ ദിനം മികച്ച പ്രകടനം നേടാൻ സാധിച്ചില്ല. 8 ഓവറിൽ 50 റൺസോളം അദ്ദേഹം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യം. തുടക്കത്തിൽ തന്നെ പേസ് ബൗളിംഗ് നിരയ്ക്ക് വലിയ രീതിയിലുള്ളൊരു മേൽക്കൊയ്മ ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർ ഈ സ്കോർ നേട്ടത്തിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ബാറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബുംറയുടെ പേസ് നിര എങ്ങനെയായിരിക്കും, ബംഗ്ലാദേശ് ടോപ്പ് ഓർഡർമാരെ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും. പക്ഷേ ഏറ്റവും എടുത്ത് ആദ്യത്തെ ദിനത്തെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത് അശ്വിനും ജഡേജയും നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. 144 എന്ന സ്കോറിൽ 200 ഓൾ ഔട്ട് ആയേക്കാം എന്നുള്ള ഒരു സാധ്യതയിൽ നിന്നാണ് ഇപ്പോൾ 339 റൺസ് എന്നൊരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യയെ, പ്രത്യേകിച്ച് ഈ കണ്ടീഷൻസിൽ അതൊരു കൂറ്റൻ സ്കോറായി മാറുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. 2ാം ദിനത്തിലും ഇതേ മൊമെന്റം തന്നെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 6850, പവന് 54,800. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5680, പവന് 45,440. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാന പദവി പാർലമെന്റിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. BJP വാഗ്ദാനം പാലിക്കുമെന്നും നരേന്ദ്രമോദി കശ്മീരിൽ പ്രചരണ റാലിയിൽ പറഞ്ഞു. BJP जो कहती है वो 100% पूरा करती है. हमने देश की संसद में कहा है कि जम्मू कश्मीर फिर से स्टेट बनेगा और BJP ही इस कमिटमेंट को पूरा करेगी. കുടുംബാധിപത്യ ഭരണങ്ങൾക്ക് കശ്മീർ നൽകിയത് ഭയവും അരാജകത്വമെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി കശ്മീരിന്റെ കാര്യത്തിൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെയും പാകിസ്ഥാന്റെയും അജണ്ട ഒന്നാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാക്പോരിന് വഴിവെച്ചിരിക്കുകയാണ്. താൻ പാകിസ്ഥാനിയല്ലെന്നും ഇന്ത്യൻ പൗരനാണെന്നുമാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. जम्मू कश्मीर में पाकिस्तान के एजेंडा को लागू नहीं होने देंगे.
दुनिया की कोई ताकत जम्मू कश्मीर में आर्टिकल 370 की वापसी नहीं करा सकती। आप घबराते क्यों हैं? हम लोग सारा गठबंधन जो है अपोजिशन का, हम लेके रहेंगे स्टेटहुड, ये याद रखिएगा। इनका वादा भी है कि हम स्टेटहुड देंगे। अब मुझे ये बताइए, वादा था प्रधानमंत्री का 50,000 नौकरियां, कहाँ है वो? जरा इसका जवाब देना। फिर ये बताएं, जो 15 लाख हर एक के जेब में आने वाला था वो कहाँ गया? वो भी जुमला था ना। किस बात का आप एतबार करते हैं? ये सिर्फ कुर्सी चाहते हैं और कुछ नहीं, कुर्सी के बगैर कुछ भी नहीं। करेगी। हम लोग, हम दोनों ही नहीं, बल्कि मैं समझता हूँ सारा गठबंधन जो है दिल्ली में इसके खिलाफ बात करेगा, क्योंकि ये फेडरल स्ट्रक्चर है, फिर फेडरल स्ट्रक्चर रहेगा ही नहीं। कितना डेमोक्रेसी के लिए ये खतरनाक? देखिए, मैं आपको बताऊं, हिंदुस्तान यूनिटी इन डाइवर्सिटी है, अनेकता में एकता। വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, ഇങ്ങനെ വാക്പോരിലെ കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമന്ത്രിയും ഒപ്പം അമിത്ഷായും നടത്തുന്ന പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ മത്സരം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നത്? രഞ്ജിത്ത്, കശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് കശ്മീർ. സെപ്റ്റംബർ 25-നാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കശ്മീരിലെ പ്രചരണ രംഗത്ത് വീറും വാശിയും ശക്തമാവുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി കശ്മീരിൽ 2 റാലികളിലാണ് സംസാരിച്ചത്, ശ്രീനഗറിലും കത്രയിലും. ഈ 2 റാലികളിലും ഭരണഘടനയുടെ 370 അനുച്ഛേദം എടുത്തു കളഞ്ഞതും അതോടൊപ്പം തന്നെ കുടുംബാധിപത്യ ഭരണം അടക്കമുള്ള വിമർശനങ്ങളാണ്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും ചർച്ചാ വിഷയമാകുകയാണ് എന്നതാണ് ശ്രദ്ധേയം. അതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും പരസ്പരം വാക്പോരിൽ ഏർപ്പെടുന്നത് എന്നതാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ രണ്ടാം ഘട്ടത്തിൽ സജീവമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഭരണഘടനയുടെ 370 അനുച്ഛേദം പുനഃസ്ഥാപിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തങ്ങളുടെ നിലപാട് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അലയൻസിന്റെ നിലപാടുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വാക്കുകളാണ് ഇപ്പോൾ BJP ആയുധമാക്കുന്നത്. പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം പുറത്തു വന്നതോടുകൂടി BJP നേതാക്കൾ കോൺഗ്രസിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. പ്രധാനമായും അമിത്ഷായുടെ ട്വീറ്റായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെയും അജണ്ട ഒന്നാണെന്നും ഇരുവരും തമ്മിലുള്ള ബന്ധം നേരത്തെ പല ഘട്ടങ്ങളിലായി എയർ സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അതിന്റെ വിശദാംശങ്ങളടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ ട്വീറ്റ് പുറത്തു വന്നത്. അതായത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് പാകിസ്ഥാന്റെ അജണ്ടയാണ് എന്നായിരുന്നു പ്രധാനമായും അമിത്ഷാ ഉയർത്തിയ വിമർശനം. ഏതായാലും ഈ വിമർശനങ്ങൾക്ക് നാഷണൽ കോൺഫറൻസിന്റെ ജമ്മു കശ്മീർ പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള അടക്കം അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുന്നു. തങ്ങൾ ഇന്ത്യക്കാരാണെന്നും കശ്മീരിലെ വിഷയങ്ങളിൽ പാകിസ്ഥാന് ഇടപെടാൻ ഒരു കാര്യവുമില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് നാഷണൽ കോൺഫറൻസ് ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം പോളിംഗ് ഉയർന്നതോടുകൂടി കൂടുതൽ ആക്രമണവും പ്രത്യാക്രമണവും ശക്തമാക്കുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അതോടൊപ്പം തന്നെ എതിർവശത്ത് നിന്ന് BJPയും. രഞ്ജിത്ത്, കശ്മീരിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം അങ്ങനെ മുന്നോട്ട് പോകുന്നു. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിലേക്ക് പോയാൽ അവിടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. മന്ത്രിസഭയിൽ ഒരു പുതുമുഖമടക്കം 5 പേരും അതിഷിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരവിന്ദ് കെജ്രിവാൾ സർക്കാരിലെ 4 മന്ത്രിമാർ തങ്ങളുടെ സ്ഥാനം നിലനിർത്തുകയും ചെയ്യും. ഐഷത്തുൽ ഷംന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഈ ഒരാൾ പുതുമുഖമാണ്. വലിയ വെല്ലുവിളികൾ അതിഷിക്ക് മുന്നിലുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്? അപ്പം കെജ്രിവാൾ ഹരിയാനയിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണല്ലോ. രഞ്ജിത്ത്, തീർച്ചയായും ഒരു പുതുമുഖമടക്കം 6 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ മുകേഷ് അഹ്ലാവത്താണ് പുതുമുഖമായി രംഗത്തെത്തുന്നത്. ഈ മുകേഷിനെ സംബന്ധിച്ച് ആദ്യമായി സുൽത്താൻപൂർ മജ്ര സീറ്റിൽ നിന്നും AAP സീറ്റിൽ നിന്നും മത്സരിച്ച് MLA ആയ ആളാണ്. ഒരു ദളിത് മുഖം കൂടിയാണ് AAPയുടെ. അതുകൊണ്ട് തന്നെ ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ AAPക്ക് വലിയ പ്രതീക്ഷ നൽകുമെന്ന് തന്നെ കരുതപ്പെടണം. ഒപ്പം തന്നെ കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായ്, സൗരഭ് ഭരൂർ
ഭരദ്വാജ് തുടങ്ങിയവരടക്കം ഇമ്രാൻ ഹുസൈൻ അടക്കമുള്ള അവരാണ് മന്ത്രിസഭയിൽ തുടരുന്നത്. അവരുടെ സ്ഥാനങ്ങൾക്കൊന്നും മാറ്റമില്ലെന്ന് കൂടി AAP അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം 26-27 തീയതികളിലായി ആദ്യ സമ്മേളനം നടക്കുകയാണ്, നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒപ്പം ഈ കൂടുതൽ ഈ AAPയുടെ മുഖം കൂടുതൽ വ്യക്തമായി തന്നെ നമുക്ക് അറിയാനാവും. ഒപ്പം തന്നെ ഇപ്പോഴും AAPയുടെ ഒരു മുഖം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അതിഷിക്ക് Z വിഭാഗത്തിലെ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അതിഷിക്ക് Z വിഭാഗത്തിലെ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മുമ്പ് അരവിന്ദ് കെജ്രിവാളിന് Z+ വിഭാഗത്തിലെ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഹരിയാനയിലടക്കം ഇപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കെജ്രിവാൾ അവിടെ സന്ദർശനം നടത്തുന്നു. അപ്പോഴും AAPയുടെ മുഖം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ പുതുമുഖം അടക്കം വരുന്ന സാഹചര്യത്തിൽ AAP വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഒപ്പം 5.5 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 4 മന്ത്രിമാരെ അതുപോലെ നിലനിർത്തി വലിയൊരു അഴിച്ചുപണി നടത്താതെ തന്നെ AAP മുന്നേറുന്നതും. രഞ്ജിത്ത്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജസ്ഥാനിലെ ദൗസയിൽ കുഴൽക്കിണറിൽ വീണ 2.5 വയസ്സുകാരിയെ രക്ഷപ്പെടുത്തി. ഇന്നലെയാണ് കുട്ടി കുഴൽക്കിണറിനായി കുഴിച്ച കുഴിയിൽ വീണത്. NDRF, SDRF സേനകൾ നടത്തിയ മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് കുട്ടിയെ പുറത്തെത്തിക്കാനായത്. 17 അടി തിരശ്ചീനമായി സമാന്തരമായി കുഴിയെടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജസ്ഥാനിലെ ദൗസയിൽ ബുധനാഴ്ച വൈകിട്ട് 5:30 2.5 വയസ്സുള്ള പെൺകുട്ടി കുഴൽക്കിണറിൽ പെട്ടുപോയത്. വീടിനോട് ചേർന്നുള്ള 600 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ ആയിരുന്നു 2.5 വയസ്സുകാരി വീണുപോയത്. കുഴൽക്കിണറിൽ ഏതാണ്ട് 28 അടി താഴ്ചയിൽ ആണ് പെൺകുട്ടി കുടുങ്ങിക്കിടന്നിരുന്നത്. കാർഷിക ആവശ്യത്തിനു വേണ്ടി വീടിന് സമീപത്ത് കുഴിച്ചിരുന്ന കുഴൽക്കിണറിൽ ആണ് പെൺകുട്ടി വീണുപോയത്. 5:30 പെൺകുട്ടി ഈ കുഴൽക്കിണറിൽ അകപ്പെട്ടു പോയി എന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. അടിയന്തരമായി ഓക്സിജൻ സിലിണ്ടറുകൾ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും അങ്ങനെ കുട്ടിക്ക് ശ്വാസോച്ഛ്വാസം കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം CCTVകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പെൺകുട്ടി എവിടെയാണ് കുടുങ്ങിപ്പോയത് എന്നത് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്നാണ് 28 അടി താഴ്ചയിലാണ് പെൺകുട്ടി കുടുങ്ങിക്കിടക്കുന്നത് എന്നത് വ്യക്തമായത്. ഇതിനുശേഷം കുഴൽക്കിണറിൽ നിന്നും 15 മീറ്റർ അകലെയായി കനാൽ മാതൃകയിൽ തുരങ്ക മാതൃകയിൽ ഉള്ള കാന കീറിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സമയം ഏറെ വൈകിയതും ഇരുട്ടായതും രക്ഷാപ്രവർത്തനത്തിന് ചെറിയ തോതിൽ എങ്കിലും തടസ്സം സൃഷ്ടിച്ചിരുന്നു. മാത്രവുമല്ല, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രദേശത്ത് മഴ പെയ്തതും തിരിച്ചടിയായി. പിന്നീട് കുഴൽക്കിണറിലേക്ക് വെള്ളം അധികമായി എത്താതിരിക്കുന്നതിനു വേണ്ടി ടെൻറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മണ്ണിടിയാതെ ഇരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധയും നൽകി. ഇതിനുശേഷം ഏതാണ്ട് കുഴൽക്കിണറിലേക്ക് അടുക്കുന്ന ഭാഗത്ത് എത്തിയപ്പോൾ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പൈപ്പുകൾ ഇറക്കുകയും ഈ പൈപ്പിലൂടെയാണ് പെൺകുട്ടിയെ പുറത്ത് എത്തിക്കുകയും ചെയ്തത്. 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് പെൺകുട്ടിയെ പുറത്ത് എത്തിച്ചത്. ഹർഷാരവങ്ങളോടുകൂടിയാണ് പെൺകുട്ടിയെ എല്ലാവരും വരവേറ്റത്. പെൺകുട്ടിയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഡോക്ടർമാർ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല പെൺകുട്ടിക്ക് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത് എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞത്. കർണാടകയിൽ ആംബുലൻസ് ലഭ്യമല്ലാത്തതിനാൽ ബൈക്കിലെടുത്ത് 80 കിലോമീറ്റർ അകലെ ആശുപത്രിയിൽ എത്തിച്ച വയോധികൻ മരിച്ചു. തുംകൂർ ജില്ലയിലെ ദൽവായി ഹള്ളി ഗ്രാമത്തിലാണ് സംഭവം. ഗുഡുഗുല്ലു ഹൊന്നുരുപ്പ എന്ന വയോധികനെ മക്കളായ ഗോപാലയും ശങ്കറും മോട്ടോർ സൈക്കിളിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഹൊന്നൂരപ്പ മരിക്കുകയായിരുന്നു. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നതും മോട്ടോർ സൈക്കിളിൽ തന്നെയാണ്. മൃതദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ജീവനക്കാർ വിസമ്മതിച്ചതായി കുടുംബം ആരോപിച്ചു. 2 ദിവസങ്ങളിലായി ലെബനിലുടനീളം നടന്ന ഇരട്ട വയർലെസ് ഉപകരണ ആക്രമണത്തിൽ മരണം 37ആയി ഉയർന്നു. 37 പേർ കൊല്ലപ്പെട്ടതായി രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് സ്ഥിരീകരിച്ചത്. പേജറുകളും വോക്കി ടോക്കികളും മാത്രമല്ല, മറ്റു ചില ഉപകരണങ്ങൾ സ്ഫോടനത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളും 2-വേ റേഡിയോകളുമാണ് പൊട്ടിത്തെറിച്ചതെന്നും ഏതാണ്ട് 1 വർഷത്തോളം വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് ഉത്തരവാദികൾ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള എന്നുമാണ് ഇസ്രായേലിൻ്റെ ആരോപണം. ഗാസയിലെ ആക്രമണം 1 വർഷത്തോടടുക്കുന്ന സമയത്ത് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി
യോവ് ഗാലന്റ് വ്യക്തമാക്കി. മനു ഭരത് ചേരുന്നു. മനു, വലിയ ഞെട്ടലാണ് മധ്യേഷ്യയിൽ ഈ സംഭവം ഉണ്ടാക്കിയത്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചേക്കാം എന്ന ഭീതിയുണ്ട്, വല്ലാത്ത അവസ്ഥയുണ്ട് ലെബനൻ പ്രദേശങ്ങളിൽ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഒരു കനത്ത തിരിച്ചടി ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നൽകും എന്ന പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഒരു വർഷത്തോളം ഈ ഗാസ യുദ്ധം കടക്കുന്നൊരു സാഹചര്യത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് തങ്ങളുടെ ആക്രമണം വ്യാപിക്കുകയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ലെബനനിൽ നിന്ന് നിരന്തരം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. ഇതിലിപ്പോൾ ഈ വയർലെസ് സെറ്റുകൾ മാത്രമല്ല, റേഡിയോകളും ലാപ്ടോപ്പുകളും സോളാർ പവർ പാനലുകൾ വരെ പൊട്ടിത്തെറിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 25 പേരാണ് ഈ രണ്ടാം ഘട്ടത്തിൽ നടന്ന പൊട്ടിത്തെറിയിൽ മരിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ ആണ് മരിച്ചത്. ഒപ്പം ഈ പരിക്കേറ്റവരുടെ എണ്ണവും കുറവല്ല, അത് 4000-ഓട് അടുക്കുന്നു എന്നാണ് വിവരം. ഇറാൻ സ്ഥാനപതിക്കും ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുതിയ പോർമുഖം തുറക്കുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും, നിശ്ചയദാർഢ്യം വേണം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതേസമയം ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഇത്തരം ഒരു പേജറുകൾ നിർമ്മിച്ചത് ഒരു ഹംഗേറിയൻ കമ്പനിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാങ്കേതിക വിദ്യ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു കോഡ് ഉപയോഗിച്ച് അത് പൊട്ടിത്തെറി ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇത് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഇതിൻ്റെ ഇറക്കുമതി നടന്ന തീയതികളെ സംബന്ധിച്ച് ഒക്കെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആശയവിനിമയത്തിന് ഏറ്റവും അധികം ഹിസ്ബുള്ള വിശ്വസിച്ചിരുന്ന ഒരു ഉപാധിയായിരുന്നു പേജറുകൾ. അതുപോലെ തന്നെ ഈ വാക്കി ടോക്കികൾ. ഇത് പൊട്ടിത്തെറിച്ചതോടുകൂടി അവരുടെ പ്രവർത്തനം തന്നെ പൂർണ്ണമായി തടസ്സപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു അമേരിക്കൻ പ്രതികരണം എല്ലാവരും വലിയ തോതിൽ ഉറ്റുനോക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരും എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പരിക്കേറ്റവരെ ഈ ബീക്ക താഴ്വരയിലുള്ള ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഈ സംഘർഷം ഇനി എങ്ങനെ ഏത് രൂപത്തിലേക്ക് നീളും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. രഞ്ജിത്ത്, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.